അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകളായി. മറക്കാൻ കഴിയാത്ത സംഭവമാണ് രാജ്യത്ത്. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ തന്നെയാണ് ആദ്യം ഓർമ്മയിലെത്തുക. ആ കിരാത വാഴ്ച എത്രയോ പേരുടെ ജീവൻ പൊലിഞ്ഞു. കേരളത്തിലും ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിയാത്തതൊന്നാണ് രാജൻ. ഈശ്വരവാര്യരെയും രാജനെയും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും. അങ്ങ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ദിരയെക്കുറിച്ച് പറയുമ്പോൾ അടിയന്തരാവസ്ഥ ഓർക്കുന്നു. ഇന്ദിരയെക്കുറിച്ച് ഓർക്കുമ്പം ഞാൻ ഓർക്കുന്നത് ഹിറ്റ്ലറെയും സ്റ്റാലിനെയുമാണ്. മനുഷ്യകുരുതി കൊണ്ട് ജർമ്മനിയുടെ ചരിത്രം രക്തപങ്കിലമാക്കിയ ഹിറ്റ്ലർ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങൾ എഴുതി ചേർത്ത സ്റ്റാലിൻ, ഈ രണ്ടുപേരുമായിട്ട് വേണം ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയെ താരതമ്യം ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് വിധി വൈപരീത്യമാണ്. ഞാൻ മറ്റൊരു ചർച്ചയിൽ അങ്ങോട്ട് പങ്കുവച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പം ഖർക്ക നൗക്കർ പ്രധാനമന്ത്രി ബൻഗയ, വീട്ടിലെ വേലക്കാരൻ പ്രധാനമന്ത്രിയായി എന്ന് ഇന്ദിര സഹികെട്ട് പറഞ്ഞു എന്നാണ് കുൽദീപ് നായരെ പോലുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ളത്. അധികാരം നഷ്ടപ്പെട്ട് എന്നാൽ ശാസ്ത്രിയുടെ മരണത്തോടുകൂടി അധികാരം തിരിച്ചു കിട്ടിയ ഇന്ദിരയ്ക്ക് അധികാരം ഒരു മത്തായിരുന്നു. അധികാരത്തുള്ള ഭ്രമം, അത് നിലനിർത്താനുള്ള അഭിനിവേശം, ഇതൊക്കെ അതിനുവേണ്ടി എതിര് നിൽക്കുന്ന ആരെയും ഇല്ലാതാക്കുക. ആ എതിര് നിൽക്കാൻ സാധ്യതയുള്ള ഭരണഘടനയാണെങ്കിലും ഭരണ സംവിധാനങ്ങളാണെങ്കിലും കോടതിയാണെങ്കിലും വ്യക്തികളാണെങ്കിലും സമൂഹമാണെങ്കിൽ പോലും ഇല്ലാതാക്കുന്ന ആ ക്രൂരമായ മനസ്ഥിതിയുടെ കൃത്യമായ പ്രകടനമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ഉണ്ടായത്. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 12-ാം തീയതി അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുകയും 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാൻ പാടില്ലെന്ന് വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പം അത് പിടിച്ചു നിർത്താൻ വേണ്ടി, ആ പ്രധാനമന്ത്രി കസേര ഒഴിയാതിരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമായിരുന്നു അടിയന്തരാവസ്ഥ. ഒന്നുകൂടി ഓർക്കണം. അന്ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അല്ലേ? അതെ, ഫക്രുദ്ദീൻ. അതുകൂടെ ഓർക്കണം. അങ്ങ് അതിനു മുമ്പായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ രാധാകൃഷ്ണനും പിന്നീട് ഫക്രുദ്ദീൻ ഹുസൈനും ഒക്കെ ഇരുന്ന കസേരയിലേക്ക് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ പോലെ ആള് ആദ്യം വിവിഗിരിയെ കൊണ്ടുവന്നു. പാർട്ടിയുടെ, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായിട്ട് ഗിരിയെ കൊണ്ടുവന്നു ഇന്ദിരയുടെ ആജ്ഞാനുവർത്തിയാക്കാൻ വേണ്ടി. 73-ലാണ് വിവിഗിരി. അതെ. അതിനുശേഷം ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ടുവന്നു. ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്ന് കാർട്ടൂൺ വന്നത് ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് സൈൻ ചെയ്യുന്നതിന്റെയാണ് അബുവിന്റെ കാർട്ടൂൺ വന്നത്. പലതരത്തിലുണ്ട്. വാഷ്റൂമിൽ നിന്ന് വിളിച്ചിറക്കിയാണ് അത് തന്നെയല്ല. ഇനി ഞാൻ അങ്ങോട്ട് ഞാൻ വരുന്നത്, അതിനു മുമ്പായിട്ട് ഇന്ത്യയിലെ നീതിന്യായ കോടതികൾ, സുപ്രീം കോടതിയിൽ സിദ്ധാർത്ഥ ശങ്കറയുടെ ഒരു ബന്ധുവായ ജസ്റ്റിസ് റേയെ മുഖ്യ ന്യായാധിപനായിട്ടിരുത്തി. അതുപോലെ കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ ഭാഗമായി ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള സോവിയറ്റ് പക്ഷപാതികളെയും ജുഡീഷ്യറിൽ ഇരുത്തി. ഇവരൊക്കെ ഇരുന്ന സാഹചര്യം അങ്ങനെയൊക്കെ ഇരുത്തി അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി ഭരണഘടനയിട്ട് അമ്മാനമാടി സുപ്രീം കോടതിയുടെ ആ സാങ്ക്ടിറ്റി നഷ്ടപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് വരുന്നത്. അത് വരുന്നതിനൊരു കാരണം കൂടിയുണ്ട്. അവിടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധി സർദാർ സോരൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയിട്ട് തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നാലെന്ന് ആലോചിച്ചതാണ്. ആ സന്ദർഭത്തിലാണ് അങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ജഗജ്ജീവൻ റാം
ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായ ജഗജീവൻ റാം ആകണം ആ താത്കാലിക പ്രധാനമന്ത്രി എന്നൊരു അഭിപ്രായം 50-ലധികം വരുന്ന എം പിമാരുടെ ഒരു യോഗത്തിൽ അവരാവശ്യപ്പെട്ടവരോട് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി സംഗതി കയ്യിൽ നിന്ന് പോവുകയാണ്. സിദ്ധാർത്ഥ ശങ്കർ റേയാണ് സജസ്റ്റ് ചെയ്യുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കാൻ. ക്യാബിനറ്റ് കൂടിയില്ല, മന്ത്രിസഭ കൂടിയിട്ടില്ല. രാത്രിക്ക് രാത്രി എന്ന് ഒപ്പ് വാങ്ങിച്ചു ഫക്രുദ്ദീൻ അലി അഹമ്മദിനടുത്തുനിന്ന്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പ് പിടിച്ചു വാങ്ങിച്ചു തന്നെ പറയാം. പിടിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഫക്രുദ്ദീൻ ഇവരുടെ ആജ്ഞാനുവർത്തിയാണ്. ഇവിടെയാണ് നമ്മൾ ഹിറ്റ്ലറുമായുള്ള സാമ്യം എടുക്കേണ്ടി വരുന്നത്. ഇന്ദിരയും ഹിറ്റ്ലറും ചെയ്തത് ഭരണഘടനയെ മാറ്റുകയോ മറിക്കുകയോ ചെയ്യാതെ, എന്നാൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏകാധിപത്യം സ്ഥാപിക്കുകയാണ് ഹിറ്റ്ലറും അന്ന് ചെയ്തത്. കാരണം ഹിറ്റ്ലർ 1919 ജർമ്മനിയിൽ ഒരു വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ 20-ാം നൂറ്റാണ്ടിൽ ഡെമോക്രസിയെയും ലിബർട്ടിയെയും ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്ന ഭരണഘടനയാണെന്നൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നത്. ആ ശ്രേഷ്ഠമായ ഭരണഘടന നിലനിൽക്കുമ്പോഴാണ്, അതിലൊരു മാറ്റം വരുത്താതെയാണ് ഹിറ്റ്ലർ ഈ കണ്ട കളികളൊക്കെ അവിടെ കളിച്ചത്. ആ ഭരണഘടനയെ പുള്ളി ശരിക്കും ദുരുപയോഗം ചെയ്തു. ഇന്ദിരയും ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ ഭാരതത്തിന് സംഭാവന ചെയ്ത ഭരണഘടനയെ മാറ്റിയിട്ടും മറിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ദുരുപയോഗം ചെയ്താണ് ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഭരണഘടന സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദിരയുടെ കൊച്ചുമകൻ ഒരു പുസ്തകം, ബൈൻഡിട്ടൊരു പുസ്തകം, ചുവന്ന ഒരു ഡയറി പോലെ പുസ്തകമൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അവിടെ അറിയേണ്ട കാര്യം ഞാൻ ഈ പറഞ്ഞത്, ആദ്യം അലഹബാദ് ഹൈക്കോടതിയിലെ ധീരനായ ജഡ്ജി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതിൻ്റെ പേരിൽ ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. പ്രധാനമന്ത്രിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. 6 വർഷത്തേക്ക് ഇനി മത്സരിക്കാനും പാടില്ല. അവിടെയാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരാണെന്ന് വെക്കേഷൻ കാലത്ത് ജഡ്ജി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു റിലീഫ് കൊടുത്തു, ഇന്ദിരയെ സഹായിച്ചു എന്ന് തന്നെ പറയാം. ഇത് തൽക്കാലത്തേക്ക് ഈ വിധി സ്റ്റേ ചെയ്തുകൊണ്ട്, പൂർണ്ണമായ സ്റ്റേ അല്ല, ഇവർക്ക് പാർലമെൻറ്റിൽ തുടരാം, പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കണ്ടീഷൻ വെച്ച് ഇരിക്കാൻ സമ്മതിച്ചു. ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് സിദ്ധാർത്ഥ ശങ്കറയുടെ അഭിപ്രായത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ക്യാബിനറ്റിലുള്ള മന്ത്രിമാരായ എല്ലാവരും വിവരം അറിയുന്നത് പോലും, അവരറിഞ്ഞിട്ടല്ലാതെ. അപ്പോൾ ഇത് കഴിഞ്ഞു. പിന്നെ ചെയ്തത് രാത്രിയിൽ ഭാരതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും, ലോക്നായക് ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, അടൽ ബിഹാരി വാജ്പേയി, ലാൽ കൃഷ്ണ അദ്വാനി, മധു ബന്ധവദെ, മധുലിമയെ, കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്ന ചന്ദ്രശേഖരൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇവരെല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, അടൽ ബിഹാരി വാജ്പേയിക്ക് വേണ്ടി ആവശ്യമില്ലാത്തൊരു സർജറിയും കൂടെ കസ്റ്റഡിയിൽ വെച്ച് നടത്തി. ലോക്നായക് ജയപ്രകാശ് നാരായണനെ ശരിയായിട്ട് പീഡിപ്പിച്ചു. ഇംഗ്ലീഷുകാർ ചെയ്യാത്തത്ര പീഡനം. ജയിലിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ സ്വാഭാവിക മരണത്തിൻ്റെ എണ്ണത്തിലേക്ക് ഇവരെയൊക്കെ ചേർക്കാമെന്നാണ് അന്ന് ഇന്ദിര ചിന്തിച്ചു പോയത്. അന്ന് സോവിയറ്റ് യൂണിയനോടൊപ്പമാണ്. എന്തിനാണ് പ്രതിപക്ഷം എന്നാണ് സോവിയറ്റ് യൂണിയൻ ചോദിച്ചിരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയനൊപ്പമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മറ്റു പക്ഷങ്ങൾ, ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഇവർക്കെതിരായിട്ടും വന്നു. അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ട് പിന്നീട് ചെയ്തറിയണം. പിന്നീട് ചെയ്തത് ഭരണഘടന 38, 39, 40, 42 ഭേദഗതികളുണ്ടെന്നു. ആ ഭേദഗതികളിൽ കൂടെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ സ്പീക്കർക്കോ എതിരെയുള്ള തെരഞ്ഞെടുപ്പ് പരാതികളൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നൊരു തീരുമാനം മുൻകാല പ്രാബല്യത്തോടെടുത്തു. എന്തിനാണ്? ഈ കേസ് അപ്പീൽ ചെന്നു കഴിഞ്ഞാൽ തള്ളിക്കളയാം. അതിന് വേണ്ട ജഡ്ജി അവിടെ ഇരിപ്പുണ്ട്, ജസ്റ്റിസ് റേയൊക്കെ ഇരിപ്പുണ്ട്, അവർ കിട്ടിയാൽ തള്ളിക്കളഞ്ഞോളും. അങ്ങനെ ഒരു കാര്യം. പിന്നെ മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ജീവിക്കാനുള്ള അവകാശം, എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് ജനറൽ നിരണ്ടയാണെന്ന് എൻ്റെ ഓർമ്മ. സുപ്രീം കോടതി ചോദിച്ചു, അപ്പം ജീവന് പോലും
അവകാശമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊന്ന് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ജീവന് പോലും ഉള്ള ജീവിക്കാനുള്ള മൗലികാവകാശം പോലും തടയുന്ന ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും പ്രായോഗികമായി ഏകാധിപത്യ രാജ്യമായിട്ട് മാറ്റി. മകനും പങ്കുണ്ടല്ലോ സഞ്ജയ് ഗാന്ധിക്ക്. അത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, അവിടെ നമ്മൾ ഈ കൊലപാതകങ്ങളുടെയും ജയിൽ മർദ്ദനങ്ങളുടെയും ഒക്കെ കാര്യം ഒരു വഴിക്ക്, വേറൊരു വഴിക്ക് ഒരു കാര്യം ഓർക്കുക. 1977 അടൽ ബിഹാരി വാജ്പേയിയും മൊറാർജി ദേശായിയും ജയപ്രകാശ് നാരായണനും ഒക്കെയുള്ള വേദിയിൽ മറ്റൊരു ശ്രദ്ധിക്കേണ്ട വ്യക്തി ഉണ്ടായിരുന്നു, ഡൽഹിയിലെ ഇമാം. ആ ഡൽഹിയിലെ ഇമാം അവിടെ വന്നത് എങ്ങനെയാ? വന്ധ്യംകരണത്തിൻ്റെ പേരിൽ ഭാരതമാകെ, അതിലും വിശേഷിച്ച മുസ്ലിം ജനവിഭാഗത്തിലേക്ക് വന്ധ്യംകരണത്തിൻ്റെ ആയുധം കൊണ്ട് അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ഇടപെടലുകൾ, അത് ചെറുത്തവരെ ഇന്ദിരയുടെ മകൻ സഞ്ജയും അധികാര ശക്തികളും ചേർന്നുകൊണ്ട് ഇല്ലാതാക്കിയ അനുഭവങ്ങൾ അങ്ങേക്ക് അറിയുമെന്നറിയില്ല. നിർദ്ദേശം കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാർ ആളെണ്ണം തികയ്ക്കാൻ വേണ്ടി 15, 14, 12 വയസ്സുള്ള ആൺകുട്ടികൾ വരെയാണ് വന്ധ്യംകരണത്തിന് വിധേയമാക്കിയത്. ക്രൂരമായ കാലമായിരുന്നു അത്. വ്യക്തിപരമായും ചില അനുഭവങ്ങളുണ്ടെങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വ്യക്തിപരമായതുകൊണ്ട്. പക്ഷേ അത്രയും ക്രൂരമായ അനുഭവം അത് ഭാരതം എന്നുമെന്നും, ഇതിപ്പോൾ 50-ാം വർഷമാണ്. ഞാൻ പറഞ്ഞ എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് ഓർക്കണം. ഒപ്പം തന്നെ ഭരണഘടനയെ, ആ കൂടെയാണ് ഭരണഘടനയ്ക്കകത്ത് വേണ്ടാത്ത പലതും എഴുതി ചേർത്തു. അതും അങ്ങേക്കറിയാം. പ്രിയാമ്പിൾ പോലും മാറ്റി, ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പോലും മായം ചേർത്തു. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ, സോഷ്യലിസവും സെക്യുലറിസവും ഒക്കെയുള്ള കാര്യങ്ങൾ ഭരണഘടന പ്രിയാമ്പിളിൽ എഴുതി ചേർത്തു. അങ്ങനെ ഭരണഘടനയെ മാറ്റിമറിച്ച, ഭരണ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയ, സുപ്രീം കോടതി ഉൾപ്പെടെ ജുഡീഷ്യറി ഇല്ലാതാക്കിയ, കഴിഞ്ഞില്ല മാധ്യമങ്ങളെ സെൻസറിങ്ങിൻ്റെ പേരിൽ, അതിലൊക്കെ കഷ്ടമായൊരു കാര്യം ഞാൻ പറയാം. ലാൽകൃഷ്ണ അഡ്വാനിയുടെ മൈ കൺട്രി മൈ ലൈഫിൽ അദ്ദേഹം ചില ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് അയക്കുന്ന കത്തുകളിൽ ജയിലിലെ സെൻസർ അതിൻ്റെ മുകളിൽ മഷി കൊണ്ട് കുരുമുന വരച്ചിടും, വായിക്കാതിരിക്കാൻ, ചില വാചകങ്ങൾ വായിക്കാതിരിക്കാൻ വേണ്ടി. എന്തിനാണ് വായിച്ചത് നമുക്കറിയില്ല, കാരണം കംപ്ലീറ്റ് വായിച്ചിട്ടിരിക്കുക. ഒരു കത്ത് എഴുതുന്നതിനുള്ള സ്വാതന്ത്ര്യം അഡ്വാനിയെപ്പോലെ നേതാവിനില്ലാത്ത, സ്വന്തം മക്കൾക്കോ ഭാര്യയ്ക്കോ കത്തെഴുതുന്നതിന് സ്വാതന്ത്ര്യമില്ലാത്ത കാലം. കാണാൻ വന്നാൽ അനുവാദം കൊടുത്തു കഴിയുമ്പം അഡ്വാനിജിയുടെ ഭാര്യയും 2 കുട്ടികളും ചേർന്നു. 2 പേരൊക്കെ കാണാൻ അനുവാദമുള്ളൂ, അതുകൊണ്ട് ഒരു കുട്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവസാനം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ റിസ്കിലാണ് കൊണ്ടുപോകാൻ പറഞ്ഞ് 3 പേരെയും കൊണ്ടുപോവുക ചെയ്ത്. അങ്ങനെ ചെയ്യാവുന്ന സകല ക്രൂരതയും ചെയ്തു. ഇന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന്. ആ പറയുന്നവരൊന്ന് പറയട്ടെ, സോണിയാഗാന്ധിയെ എത്ര തവണ അറസ്റ്റ് ചെയ്തു? പ്രിയങ്കയെ ഏത് ജയിലിലിട്ടു? മല്ലികാർജുൻ ആ AICC പ്രസിഡന്റിനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജീവൻ എടുത്തിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ കാലത്ത്, ഈ കാലത്ത്. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അങ്ങ് പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞ രാജൻ തൊട്ട് സ്നേഹലത റെഡ്ഡി തൊട്ട് നിരവധി അനവധി പേര്. അതിലൊക്കെ അതിശയം, അതിലൊക്കെ കഷ്ടം. ജീവശവമായിട്ട് ജയിലിൽ നിന്ന് പുറത്തുവിട്ട നമ്മുടെ വൈക്കം ഗോപകുമാരേട്ടൻ, ശിവപ്രസാദ് ജി, ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ ഓർക്കണം. കുറേ പേരുടെ പേരുകൾ എനിക്കറിയാം. കേരളത്തിൽ നിന്ന് വ്യാപകമായിട്ട് ഏതായാലും ഇപ്പോഴും ചിലരൊക്കെ ജീവിക്കുന്നുമുണ്ട്, മരിച്ചു ജീവിക്കുകയാണ്. കേരളത്തിനടുത്ത് ക്രൂരമായ ആക്രമണത്തിന് ചരിത്രം പറയുമ്പം അതിൽ പങ്കാളിയാകേണ്ടി വന്ന ഒരു ഡോക്ടർ കെ മധുസൂദനപിള്ള സാറുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ, അദ്ദേഹം പീഡിപ്പിച്ച് ആലപ്പുഴ ജയിലിൽ പോയ ആളാണ്. ഇവരെ മർദ്ദിക്കുമ്പം ഇതൊന്നും കേരളം മറക്കരുത്. അച്യുതമേനോൻ്റെ സർക്കാർ, കരുണാകരൻ്റെ സർക്കാർ ഭരിക്കുമ്പം ആലപ്പുഴ പോലീസ് കസ്റ്റഡിയിലിട്ട് ഇവരെ ക്രൂരമായി മർദ്ദിക്കുമ്പം ആ മർദ്ദന മുറകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കേരളത്തിന് അറിയാം. അന്ന് മൊബൈലല്ല, മറ്റേ ഫോണാണ്. ഒരാളെ ഫോൺ കണക്ട് ചെയ്തിട്ട് റിസീവർ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക.
അടികൊള്ളുന്ന അടിയന്തരാവസ്ഥ, ആ തടവുകാരൻ്റെ നിലവിളി തച്ചടി പ്രഭാകരൻ എന്ന് പറയുന്ന ദുഷ്ടനായ കോൺഗ്രസ് നേതാവിനെ കേൾപ്പിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ആ ടെലിഫോൺ റിങ് ചെയ്തിട്ട് ഡയൽ ചെയ്തിട്ട് അവിടെ വെച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് പറഞ്ഞാണ് മധുസൂദനപിള്ള സാറിനോട് പറഞ്ഞത്. ഓർക്കുക, എത്ര ക്രൂരമായിരുന്നു. പക്ഷെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ, ആ ക്രൂരതയ്ക്ക് ഭാരതം മുഴുവൻ ശക്തമായ മറുപടി കൊടുത്തപ്പോഴും കേരളം മാത്രം ഇവിടെ സമയത്തിന് വണ്ടി ഓടി എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് കേരളം മാത്രം അതിന് ജനാധിപത്യ രീതിയിൽ കൂടെയെങ്കിലും ഒരു മറുപടി കൊടുത്തില്ല. മറ്റ് സംസ്ഥാനങ്ങൾ അവർക്ക് മഷയിട്ട് നോക്കാൻ പോലും ഒരു MP കൊടുക്കാതെ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റും ഇന്ദിരയുടെ അധികാരം അവസാനിപ്പിച്ചപ്പം റായ്ബറേലിയിൽ നിന്ന് പോലും ഇന്ദിര തോറ്റു, അമേഠിയിൽ നിന്ന് സഞ്ജയ് ഗാന്ധി തോറ്റു. പക്ഷെ കേരളത്തിൽ എനിക്കൊന്ന് 20-ൽ ഏതാണ്ട് 17-19 സീറ്റും കോൺഗ്രസിനായിരുന്നു. കൊന്നവന് സവാഷ്, മരിക്കപ്പെട്ടവനെ അധിക്ഷേപിക്കുകയും ചെയ്ത ആ ചരിത്രം കേരളത്തിൻ്റെ എക്കാലത്തെയും വേദനിക്കുന്ന ഓർമ്മയായിട്ട് മാറും എന്നതിൽ സംശയമില്ല. അവസാനമായി ഒരു വാചകം മാത്രം. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും, ഈ ചരിത്രമൊക്കെ നിലനിൽക്കുമ്പോഴും ഇന്ദിരയെ എന്തോ വലിയൊരു ജനാധിപത്യവാദിയായിട്ടോ ഭാരതത്തിൻ്റെ സംരക്ഷകയായിട്ടോ ഒക്കെ കാണുന്നവർ ചരിത്രം മനസ്സിലാക്കിയിട്ട് വേണം ആ ഹിറ്റ്ലറുടെ, ആ മീശയില്ലാത്ത ഹിറ്റ്ലർ എന്ന് അന്ന് ഭാരതം വിളിച്ച മീശയില്ലാത്ത ഹിറ്റ്ലർ ഇന്ദിരയെ ഓർക്കുന്നുവെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.